അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന പാർട്ട് 1 വീഡിയോ ആണ് ഇത്. കരവാളിൽ നിന്ന് പുനലൂരേക്ക് 16 രൂപയാണ് ബസ് ചാർജ് ആയത്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് അവിടുന്ന് 100 രൂപയാണെന്ന് എനിക്ക് മധുരയിലേക്ക് ടിക്കറ്റ് ചാർജ് ആയത്. മധുരയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേഷനിൽ ഇറങ്ങണം. ആ സ്റ്റേഷൻ്റെ പേരെന്ന് പറയുന്നത് ബിരുദനഗർ എന്നൊരു സ്റ്റേഷനായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് ഇന്നിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വണ്ടിയാണ്, എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക്. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് വൈകുന്നേരത്ത് ഈ വണ്ടി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അവിടുന്ന് ഡബിൾ എൻജിൻ ഘടിപ്പിക്കും, അതായത് മുമ്പിൽ പുറകെ. കാരണം മലയോര പ്രദേശമായതുകൊണ്ട് ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എൻജിൻ ഇങ്ങനെ ഘടിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിയായിരുന്നു. പുനലൂർ എടുത്തു കഴിഞ്ഞാൽ പുനലൂർ ചെങ്കോട്ട റൂട്ട് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. അത് ഗുഹകളും മലയോര പ്രദേശങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാം. മുമ്പ് ഞാൻ പുനലൂർ ചെങ്കോട്ട പാതയെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും, വേണ്ടുന്നവർ കയറി കാണുക. നല്ല മനോഹരമായൊരു വീഡിയോ ആണ്. പുനലൂർ ചെങ്കോട്ട പാതയിലുള്ള യാത്ര എത്ര വട്ടം പോയാലും നമുക്ക് അതൊരു മതി വരത്തില്ല. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി, മഴ സമയത്ത് പോയാൽ അതിന് മറ്റൊരു ഭംഗി, മഞ്ഞ് മൂടി കിടക്കുന്ന സമയമാണെങ്കിൽ അതും വേറൊരു ഭംഗി. പിന്നെ ഇരുട്ടായതോടെ പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ലോക്കൽ ട്രെയിനാണ് അവിടെ കയറി കിടന്നു. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഈ കൊലുസും മാലയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, ആ അവരിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ തേനി ഭാഗത്താണ് താമസിക്കുന്നത്. തേനിയിലേതോ ഒരു ഗ്രാമത്തിലെ പേരാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പരവൂര് ക്ഷേത്രമൊക്കെ പിന്നിങ്ങടയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ഉത്സവ സീസൺ ആകുമ്പം ഇവർക്ക് പ്രധാന വരുമാനമായിട്ട് കേരളത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കച്ചവടം ചെയ്ത് നടക്കുമെന്നാണ്. അങ്ങനെ അവർ കച്ചവടം ചെയ്യും. ആ സീസൺ സമയം കഴിയുമ്പോൾ അവർ അവരുടെ നാട്ടിലേക്ക് മറ്റ് ജോലികൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പരിചയപ്പെട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കളെ കാര്യമൊക്കെ ചോദിച്ചു. അവനെ ചുണ്ടുമേ കുഞ്ഞിനെയും മോൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോഴും മക്കൾക്ക് ഇങ്ങനെ കൊലുസിൻ്റെയും കുറേ മറ്റ് മോഡലൊക്കെ അവർ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ബിരുദനഗർ സ്റ്റേഷൻ എത്തി. അവരും ഇറങ്ങി, അവരുടെ കൂടൊപ്പം തന്നെ ഞാനും ഇറങ്ങി. സ്റ്റേഷൻ ഇറങ്ങി പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കി. കാരണം റെയിൽവേയിലെ ഫുഡ് എനിക്ക് ഒരിക്കലും കഴിക്കാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബിരുദനഗർ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന ആ ഭാഗത്ത് വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ആയിരുന്നു അവിടെ. അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. മുമ്പോട്ട് പോകാതെ ഭക്ഷണം കഴിക്കുന്ന അടുത്തൊരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ഇരുട്ടായിരുന്നു. അതിൻ്റെ ഒരാൾ അവിടെ മദ്യപിച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, തിരികെ പോന്നു. വേളാങ്കണ്ണി വണ്ടി വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ വ്യത്യാസമുള്ള എനിക്ക് വണ്ടി വരാനായിട്ട്. ഈ നിൽക്കുന്ന ഫാമിലി ആ പോയ ബാംഗ്ലൂർ വണ്ടിക്കകത്ത് കയറേണ്ടവരാണ്. എനിക്ക് ആ വണ്ടിയിൽ ഇറങ്ങി മധുരയ്ക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷേ നിറച്ച് തിരക്ക് കയറി കയറാൻ പറ്റിയില്ല. അങ്ങനെ അവർ ടിക്കറ്റ് എടുക്കുന്ന ആ ഭാഗത്ത് വന്ന് TTR എടുത്ത് പരാതിയൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അവർ കൈമലത്തി കാണിച്ച് എന്തായിരുന്നു. അങ്ങനെ ഞാൻ മധുര സ്റ്റേഷനിലെത്തിയപ്പോഴും അവൾ കാണുന്ന കാഴ്ചയാണ് ബോഡി മസാജിങ്ങും ലെഗ് മസാജിങ്ങും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു 5 മിനിറ്റ് ഇത്ര 50 രൂപ, 10 മിനിറ്റ് അങ്ങനെ ഒരു നിരക്കുള്ള രീതിക്ക് 5 മിനിറ്റ് ഞാനും അതിനകത്തൊന്ന് കയറി ട്രൈ ചെയ്ത് ഒന്ന് ഉഷാറായതിനു ശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കാണുന്ന മധുര സ്റ്റേഷനിലെ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ പരിസരം മൊത്തവും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മധുര സ്റ്റേഷനിൽ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടാക്സിക്കാരും ഓട്ടോക്കാരൊക്കെ വന്ന് എവിടെ പോകുന്നത് ചോദിച്ചു. അങ്ങനെ മാട്ടുത്താവളി പോകണമെന്ന് പറഞ്ഞ് 100 രൂപ ഓട്ടോ ചാർജ് കൊടുത്ത് ആ ഓട്ടോയിൽ കയറി. പോകുന്ന വഴിക്ക് ഒരു കുതിര ചത്തണൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടു. ജീവനോടെയാണോ അവർ കിടന്നുറങ്ങുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ മരുദൂര ഭാഗത്ത് കഴിഞ്ഞാൽ ഈ പൂക്കളെ കൊണ്ടുള്ള പല രീതിയിൽ കെട്ടിവെച്ചെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ചന്ദ്രൻ്റെ പകുതി ഭാഗം ഇങ്ങനെ കറുത്ത് വന്നത്. അങ്ങനെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലെ പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അവിടെ എപ്പോഴും നൈറ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങളും കടലയും കപ്പലിൻ്റെയും ഇങ്ങനെ പുഴുങ്ങി ഒരു ഐറ്റം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓപ്പണാക്കി വെച്ചാണ് എല്ലാം വിൽക്കുന്നത്. അങ്ങനെ ഞാൻ മാട്ടുത്താവണി ബസ്സിൽ നിന്ന് കയറി വത്തലകുണ്ട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിറങ്ങി. മാട്ടുത്താവണിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ടേ ഉള്ളൂ കൊടൈക്കനാലിലേക്ക് ബസ്. പക്ഷേ വത്തലകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അരമണിക്കൂർ ഇടവിട്ട് അവിടെ വണ്ടി കാണും. ഇതിനിടയ്ക്ക് എനിക്കൊരു സുഹൃത്തിനെ കിട്ടി. അത് പുള്ളിക്കാരൻ എന്തോ ട്രാക്ടറിൻ്റെ എന്തോ മാനേജിങ് പരിപാടിയൊക്കെ കണ്ടൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നൈറ്റ് വന്നിട്ട് അവിടെ ഇരിക്കുന്നു. വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് നായകളുടെ ശല്യമുണ്ട്, അതുകൊണ്ട് നേരം വെളുത്തിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കും. പുള്ളിയുടെ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന സുഹൃത്ത് എൻ്റെ യാത്രയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കൊടൈക്കനാലിലെ ഒരു വീഡിയോയ്ക്കകത്ത് അത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായിരിക്കും.
അങ്ങനെ ബത്തൽകുണ്ടിൽ നിന്ന് 6 മണിക്കുള്ള വണ്ടിക്ക് നേരെ ഊട്ടിയിലേക്ക് ടിക്കറ്റ് എടുത്ത് 65 രൂപയാണ് ആയത്. അപ്പം ഈ പുലർച്ചെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കാഴ്ചകൾ കണ്ട് പോകാനുള്ള പ്ലാനിലാണ് ഞാൻ അവിടെ തലേ ദിവസം 1 മണിക്കുള്ളിൽ വന്നിരുന്നു. ഞാൻ അവിടെ ഹോൾഡ് ചെയ്തിരുന്നു, അവരോട് സുഹൃത്തോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പം ഈ കാണുന്നത്. വളരെ മനോഹരമായ റോഡും കാര്യങ്ങളും, പുലർച്ചെയുള്ള ആ ഒരു വൈബ് വേറെ ലെവൽ തന്നെയാണ്. അത് ആസ്വദിച്ച ആ ചെറിയ തണുപ്പ്, അതായത് നാട്ടിൽ നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ ട്രിപ്പ് പോകുന്നത്. ബത്തൽകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിന്ന് വെളുപ്പാൻ രാവിലേക്ക് വിയർത്തൊലിച്ചു. പക്ഷെ കൊടൈക്കനാൽ ഭാഗത്തോട്ട് കയറിപ്പോഴത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ചായി വരുന്നതും പോകുന്ന വഴിയെല്ലാം നിറയെ പുളിമരത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ പൊള്ളാച്ചി സൈഡിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഈ പുളി എടുക്കുന്ന ഒരു സമയമായിരുന്നു, അതിൻ്റെ ഒരു വിളവ്. അപ്പോൾ ആ സമയം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് പറഞ്ഞ് ഇത് പഞ്ചായത്തോ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള രീതിയിൽ അവരുടെ ഏരിയയിൽ നിൽക്കുന്ന ഭാഗത്തുള്ള ആ ഒരു റോഡ് സൈഡിലെ പുളിമരങ്ങൾ കോൺട്രാക്ട് എടുക്കുന്നു. അപ്പോൾ വർഷത്തിൽ ഇത്ര രൂപ എടുത്തിട്ട് അവരത് അടിച്ച് അതവർ വിറ്റ് കാശെടുക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും, നമുക്കതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കാര്യമില്ലാത്ത കുറേ മരങ്ങൾ വെച്ച് പാഴ്മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന് പകരം വല്ല മാവോ അല്ലെങ്കിൽ ഈ പറയുന്ന പുളിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് രീതി പോലെ നമുക്ക് ഇവിടെ എടുക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്നത് കൊടൈക്കനാലിലേക്ക് പോകുന്നുള്ള എൻട്രി ഭാഗമാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് അതിനകത്ത് വെൽക്കം ചെയ്യുന്ന ആ ഒരു ബോർഡൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഡ്രൈവർ ഫുൾ പവറിലാണ്, കാരണം ഫോൺ അടിച്ച് പെരുപ്പിച്ച് തകർത്ത് വിടുന്നുണ്ട് വണ്ടി. മുകളിലോട്ട് കയറും തോറും ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ചായി വരുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല തണുപ്പ് ഉണ്ടാകുന്നുണ്ട്. ബത്തലകുണ്ടിൽ നിന്ന് ഏതാണ്ട് 58 കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കനാലിലേക്ക്. 1.5 മണിക്കൂർ 1.25 അത്ര ഒരു ദൈർഘ്യം വരത്തേ ഉള്ളൂ ബസ്സിനകത്തുള്ള യാത്ര. തലേദിവസത്തെ ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് ബസ്സിൽ നിന്ന് കൂടെ മയങ്ങിപ്പോയി. ചില കാഴ്ചകൾ മിസ്സാകുകയും ചെയ്തു. ഡ്രൈവറിൻ്റെ സൈഡിലായിട്ടൊരു വടിയിരിക്കുന്നത് കണ്ടോ? സംഭവം വേറൊന്നിനുമല്ല, കുരങ്ങ് വണ്ടി എവിടെ നിർത്തുന്നോ ചാടി ഇതിനകത്തങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവറാണ് കളരിപ്പയിട്ടായിരിക്കും അതിനകത്ത് കുരങ്ങുമായിട്ട്. കൃത്യമായ രീതിയിൽ ലൈനിലൂടെ വണ്ടി പോയില്ലെന്നുണ്ടെങ്കിൽ അപകടം നടക്കാൻ സാധ്യത കൂടിയതുള്ള പ്രദേശം തന്നെയാണ്. കാരണം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ലൈൻ ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ യാത്ര പോകുമ്പോഴത്തേക്ക് മിക്കവാറും ചിലർ റോങ് സൈഡിൽ കയറി വരാറുണ്ട്. എന്തിനാണ് ഈ റോഡിൽ ഈ വെള്ള വരകൾ ഇട്ടിരിക്കുന്നതെന്ന് ചിലർക്ക് അറിയാം. പറഞ്ഞു കൊടുത്താലും പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തർക്കിക്കുകയും കൂടെ ചെയ്യും. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബീൻസിന്റെ കൃഷിയും കാണാം. മറ്റേ നമ്മുടെ ഈ ഗ്രീൻ പീസ് കടലയുടെ കൃഷികളും സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബത്തലകുണ്ട് കഴിഞ്ഞ് മെയിനായിട്ട് വരുന്ന ഒരു ടൗണിന്റെ പ്രദേശമാണ് ഈ ഏരിയ. ഈ പ്രദേശത്ത് നിന്ന് ഇനി ഒരു 25 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ചെറിയൊരു ടൗൺ പോലെ വന്നിട്ട് പിന്നെ വനത്തിലേക്ക് പ്രവേശിച്ചു വണ്ടി. പിന്നെ കുറച്ച് മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് യൂക്കാലി മരങ്ങളുടെ കാഴ്ചകളായി.
പിന്നെ ദാ ഈ കാണുന്നതാണ് ജക്രാന്ത എന്ന് പറയുന്ന ഒരു വൃക്ഷം. അതിന്റെ പൂ നല്ല നീല കളറാണ്, നീലവാകി എന്നും അറിയപ്പെടും. കൊല്ലം ജില്ലയിൽ മാമ്പഴത്തറയ്ക്കും കരുതുരുട്ടിക്കും ഇടയ്ക്ക് അമ്പനാട് എസ്റ്റേറ്റുണ്ട്. അവിടെ ആനചാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഈ പൂവിന് കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ജക്രാന്ത, അതായത് നീലവാകയാണ്. അപ്പോൾ കൊടൈക്കനാലിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. സ്ഥലത്തിന്റെ പേരെന്തായാലും ഞാൻ പറയുന്നില്ല, അത് വായിച്ചെടുത്തോളുക. അപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ പാർട്ട് സെക്കൻഡ് അടുത്ത വിവരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.